ഹലോ! ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കസ്റ്റാർഡ് ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 1/2 ലിറ്റർ പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സേമിയ ഒന്ന് വെന്ത് വന്നെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 to 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഈ സേമിയ ഒന്ന് വെന്ത് വന്നെ വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയ ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് കുറച്ച് കട്ടിയായി പോട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ കുറേ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാത്ത ഒരു കസ്റ്റാർഡ് ഡ്രിങ്കാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലിൽ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കൈ കൊണ്ട് പാൽ ഇളക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കസ്റ്റാർഡ് കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ പാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മൾ കസ്റ്റാർഡും സേമിയൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ അതാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. കുരുവില്ലാത്ത മുന്തിരിയും അതേപോലെ ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂം ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിക്ക് പകരം നിങ്ങൾക്ക് ആപ്പിൾ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡോ അല്ലെങ്കിൽ കസ്കസോ കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിയാ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് തണുപ്പ് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.